ഏതു വഴിയാണ് ശരിയെന്ന് അറിയാതെ നിങ്ങളുടെ കുടുംബം നിൽക്കുകയാണോ? ഒരു തീരുമാനം എടുക്കണം, പക്ഷേ ഹൃദയം ശാന്തമല്ലേ? വിസ ഫയലോ, ജോലി ഓഫറോ, പഠന കോഴ്സോ, വിവാഹാലോചനയോ, വായ്പയോ, ചികിത്സയോ എല്ലാം മനസ്സിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടോ? അമ്മേ, അപ്പ, ഈ കുഴഞ്ഞുപോയ മനസ്സിനെയും യേശു കാണുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്നല്ല, ഒരേ സമയം പല വാതിലുകൾ തുറക്കുമ്പോൾ മനസ്സ് തളരുന്നു എന്നതാണ് സത്യം. ഒരാളൊരു ഉപദേശം പറയും, മറ്റൊരാൾ അതിൻ്റെ മറുപുറം പറയും. ബന്ധുക്കൾ സമ്മർദ്ദം ചെലുത്തും, ഫോണിൽ സന്ദേശങ്ങൾ വരും. വീട്ടിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ അഭിപ്രായം മാറും. അതിൻ്റെ ഇടയിൽ ഹൃദയം ചോദിക്കും, കർത്താവേ, ശരിയായ വഴി ഏതാണ്? ഇന്ന് യേശു നിങ്ങളെ ഭയത്തിൽ ഓടാൻ വിളിക്കുന്നില്ല. അവിടുന്ന് നിങ്ങളെ ജ്ഞാനത്തോടെ നടക്കാൻ വിളിക്കുന്നു. ഈ കുടുംബത്തിന് യേശു ജ്ഞാനം നൽകും. നമ്മൾ ഒരു തീരുമാനത്തെ 2 കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കിയാൽ പലപ്പോഴും പുറത്തേത് മാത്രം കാണും. ഒരു ഓഫർ നല്ലതായി തോന്നാം, ഒരു ഏജന്റിന്റെ വാക്ക് ഉറപ്പുള്ളതുപോലെ തോന്നാം, ഒരു വിവാഹാലോചന പുറമേ ഭംഗിയായി തോന്നാം, ഒരു കോഴ്സ് എല്ലാവരും പറയുന്നതിനാൽ ശരിയാണെന്ന് തോന്നാം. പക്ഷെ കുടുംബത്തിന് 2 കണ്ണുകൾ മാത്രം പോരാ. മനസ്സിൻ്റെ കണ്ണുകൾ വേണം, ജ്ഞാനത്തിൻ്റെ കണ്ണുകൾ വേണം, പ്രാർത്ഥനയുടെ കണ്ണുകൾ വേണം, യേശുവിൻ്റെ കണ്ണുകൾ വേണം. ഇതാണ് 8 കണ്ണുകളുടെ വിവേകം. പുറത്തുനിന്ന് ആകർഷകമായി തോന്നുന്നതെല്ലാം സുരക്ഷിതമാകണമെന്നില്ല. വൈകുന്നതുപോലെ തോന്നുന്ന ചില വഴികൾ ദൈവത്തിൻ്റെ സംരക്ഷണമായിരിക്കാം. വേഗത്തിൽ തുറക്കുന്ന ചില വാതിലുകൾക്കുള്ളിൽ അപകടവും ഉണ്ടാകാം. അതുകൊണ്ട് പേടിയിൽ പാഞ്ഞോടാതെ പ്രാർത്ഥനയിൽ നിൽക്കുക. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ജ്ഞാനത്തിൽ കുറവുള്ളവനാണെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ. ദൈവം കുറ്റം പറയാതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നു. അവനത് നൽകപ്പെടും. ഈ വചനം കുഴപ്പത്തിൽ നിൽക്കുന്ന കുടുംബത്തിന് വലിയ ആശ്വാസമാണ്. ദൈവം നിങ്ങളോട് ചോദിക്കുകയില്ല, ഇത്രയും കാലം നീ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ദൈവം പരിഹസിക്കുകയില്ല. അവിടുന്ന് കുറ്റം പറയാതെ ജ്ഞാനം നൽകുന്ന പിതാവാണ്. നമ്മുടെ പേടി ദൈവസന്നിധിയിൽ കൊണ്ടുപോകാം, നമ്മുടെ സംശയം കൊണ്ടുപോകാം, നമ്മുടെ കുടുംബത്തിലെ അഭിപ്രായ ഭേദവും കൊണ്ടുപോകാം. ഈ കുടുംബത്തിന് യേശു ജ്ഞാനം നൽകും. ഒരു കേരള കത്തോലിക്ക വീട്ടിലെ വൈകുന്നേരം ഓർക്കുക, മേശപ്പുറത്ത് വിസ രേഖ കിടക്കുന്നു. അടുത്ത് വിദ്യാഭ്യാസ വായ്പയുടെ പേപ്പറുണ്ട്. ഫോണിൽ ജോലി സംബന്ധിച്ച ഒരു സന്ദേശം കാത്തിരിക്കുന്നു. മറ്റൊരു വശത്ത് വിവാഹാലോചനയെക്കുറിച്ചുള്ള ചർച്ച ഉണ്ട്. കുട്ടിയുടെ പഠന കോഴ്സ് ഏതാണ് എന്ന സംശയം കൂടെയുണ്ട്. ഒരു ആശുപത്രി പരിശോധനയുടെ റിപ്പോർട്ടും മനസ്സിനെ ഭാരപ്പെടുത്തുന്നു. എല്ലാവരും എന്തെങ്കിലും അഭിപ്രായം പറയുന്നു. ഒരാൾ പറയും ഉടനെ ചെയ്യണം, മറ്റൊരാൾ പറയും കാത്തിരിക്കണം, മറ്റൊരാൾ പറയും ഈ അവസരം വിട്ടുകളയരുത്, മറ്റൊരാൾ പേടി നിറഞ്ഞ കഥകൾ പറയും. അമ്മയോ അപ്പനോ ഉള്ളിൽ തളർന്നു പോകുന്നു. വേഗത്തിൽ മറുപടി കൊടുക്കാൻ കൈഫോൺ എടുക്കുന്നു. പക്ഷെ ആ നിമിഷം അവർ നിൽക്കുന്നു. ഹോം ആൾട്ടറിന് മുന്നിൽ പോകുന്നു. യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ ഒരു മെഴുകുതിരി കൊളുത്തുന്നു. കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്നു. അവർ വലിയ പ്രാർത്ഥന പറയുന്നില്ല. ഒരു വ്യക്തമായ ചുവട് മാത്രം ചോദിക്കുന്നു, യേശുവേ, എൻ്റെ കുടുംബത്തിന് ജ്ഞാനം തരണമേ. ഈ വഴി നല്ലതാണെങ്കിൽ ഞങ്ങളെ നയിക്കണമേ. ഈ വഴി ഞങ്ങളെ വേദനിപ്പിക്കുമെങ്കിൽ ഞങ്ങളെ കാക്കണമേ. ആ പ്രാർത്ഥനയോടെ എല്ലാം ഉടനെ വ്യക്തമായില്ല. പക്ഷേ അവരുടെ ഉള്ളിലെ ഓട്ടം അല്പം ശാന്തമായി. ഭയം കുറയുമ്പോൾ വിവേകം കേൾക്കാൻ തുടങ്ങും. പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ വഴി നോക്കാൻ ഹൃദയം പഠിക്കും. കർത്താവായ യേശുവേ, തീരുമാനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഏത് വാതിൽ വിശ്വസിക്കണം എന്നറിയാത്ത മനസ്സുകൾക്ക് ജ്ഞാനം തരണമേ. വിസ ഏജന്റുകളെയും രേഖകളെയും കുറിച്ചു കുഴങ്ങുന്ന കുടുംബങ്ങൾക്ക് വിവേകം തരണമേ. ഒപ്പിടേണ്ട പേപ്പറുകൾ ശ്രദ്ധയോടെ വായിക്കാൻ ബുദ്ധി തരണമേ. തിടുക്കത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ
ഞങ്ങളെ കാക്കണമേ. ജോലി ഓഫറിനെക്കുറിച്ച് സംശയിക്കുന്ന യുവാക്കൾക്ക് വ്യക്തത തരണമേ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് സമാധാനം തരണമേ. കുട്ടികളുടെ പഠന കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ശരിയായ ദിശ തരണമേ. പരീക്ഷയും ഭാവിയും കുറിച്ച് പേടിക്കുന്ന മക്കൾക്ക് ശാന്തത തരണമേ. എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനം അന്വേഷിക്കാൻ കൃപ തരണമേ. യേശുവേ, എൻ്റെ കുടുംബത്തിന് ജ്ഞാനം തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ചിന്തകളിൽ വെളിച്ചം തരണമേ. പുറത്ത് ഭംഗിയായി തോന്നുന്നതും ഉള്ളിൽ അപകടമുള്ളതും തിരിച്ചറിയാൻ കണ്ണുകൾ തരണമേ. വൈകുന്നതുപോലെ തോന്നുന്ന വഴിയിൽ അങ്ങയുടെ സംരക്ഷണം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ വിശ്വാസം തരണമേ. തുറന്ന വാതിലിനെയും അടഞ്ഞ വാതിലിനെയും പ്രാർത്ഥനയിൽ പരിശോധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭർത്താവും ഭാര്യയും തമ്മിൽ അഭിപ്രായം മാറുമ്പോൾ കോപമല്ല, കേൾക്കാനുള്ള മനസ്സ് തരണമേ. മക്കളുടെ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കുമ്പോൾ അവരുടെ ഹൃദയവും കേൾക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ബന്ധുക്കളുടെ സമ്മർദ്ദത്തിൽ ശാന്തത നഷ്ടപ്പെടാതിരിക്കാൻ കൃപ തരണമേ. താരതമ്യം കേട്ട് കുടുംബം തകരാതിരിക്കട്ടെ. മറ്റുള്ളവർ ചെയ്തതിനാലാണ് ഞങ്ങളും ചെയ്യണമെന്ന ഭയം മാറട്ടെ. ഞങ്ങളുടെ വീട്ടിന് വേണ്ട ശരിയായ വഴി കാണിക്കണമേ. കർത്താവെ, 8 കണ്ണുകളുടെ വിവേകം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, ഈ മെയ് മാസത്തിൽ ഞങ്ങളുടെ തീരുമാനങ്ങളെ മാതൃസ്നേഹത്തോടെ മൂടണമേ. ഹോം ആൾട്ടറിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഉള്ളിലെ തിരക്ക് ശാന്തമാകട്ടെ. ജപമാല കയ്യിലെടുക്കുമ്പോൾ ചിന്തകൾക്ക് ക്രമം വരട്ടെ. ഗൾഫിലോ യുകയിലോ കാനഡയിലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ ഉള്ള പ്രിയപ്പെട്ടവരെ കാക്കണമേ. ദൂരെ ഇരിക്കുന്നവരുടെ ഉപദേശവും വീട്ടിലുള്ളവരുടെ ആശങ്കയും കൃപയിൽ ഒത്തുചേരട്ടെ. വിദേശത്തേക്ക് പോകാനുള്ള തീരുമാനങ്ങളിൽ സത്യസന്ധതയും സുരക്ഷിതത്വവും ഉറപ്പാകട്ടെ. വിവാഹാലോചനകളിൽ പുറമേ കാണുന്നതിന് പുറമെ സ്വഭാവവും വിശ്വാസവും സമാധാനവും കാണാൻ ജ്ഞാനം തരണമേ. വായ്പ എടുക്കണമോ കാത്തിരിക്കണമോ എന്ന് ചിന്തിക്കുന്ന കുടുംബങ്ങൾക്ക് വിവേകം തരണമേ. കടം തീർക്കാൻ ഏത് ചുവടെടുക്കണം എന്നറിയാൻ ദിശ തരണമേ. ആരോഗ്യപരമായ തീരുമാനങ്ങളിൽ നല്ല ഡോക്ടർമാരുടെയും വിശ്വസ്തരുടെയും ഉപദേശം ലഭിക്കട്ടെ. പ്രാർത്ഥനയും നല്ല ചികിത്സയും ഒരുമിച്ച് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. ഈ കുടുംബത്തിന് യേശു ജ്ഞാനം നൽകും. പിതാവേ, തെറ്റായ തീരുമാനമെടുക്കുമോ എന്ന ഭയത്തിൽ ഞങ്ങൾ ഉറങ്ങാതെ കിടക്കുന്നു. ഒരു ഒപ്പു ഭാവി മാറ്റുമോ എന്ന് പേടിക്കുന്നു. ഒരു ഫോൺ കോൾ കുടുംബത്തെ സന്തോഷിപ്പിക്കുമോ വേദനിപ്പിക്കുമോ എന്ന് കുഴങ്ങുന്നു. ഒരു ബന്ധം സ്വീകരിക്കണോ വേണ്ടയോ എന്നറിയാതെ കണ്ണുനീർ വീഴുന്നു. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടിയുടെ ജീവിതം പാളുമോ എന്ന് മാതാപിതാക്കൾ പേടിക്കുന്നു. ഒരു ചികിത്സാ മാർഗം തീരുമാനിക്കുമ്പോൾ ഹൃദയം വിറയ്ക്കുന്നു. ഈ പേടിയെല്ലാം അങ്ങയുടെ മുമ്പിൽ വെക്കുന്നു. ഞങ്ങളെ ഭയത്തിൻ്റെ അടിമകളാക്കരുതേ. ജ്ഞാനമുള്ള സമാധാനത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അഹങ്കാരത്തിൽ തീരുമാനമെടുക്കാതെ ഇരിക്കാൻ കൃപ തരണമേ. ഭയത്തിൽ തീരുമാനം എടുക്കാതെ ഇരിക്കാൻ കൃപ തരണമേ. പ്രാർത്ഥനയോടെ അടുത്ത ചുവട് എടുക്കാൻ ധൈര്യം തരണമേ. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം അങ്ങയുടെ കൈകളിലാണ്. എൻ്റെ തീരുമാനങ്ങളും അങ്ങയുടെ വെളിച്ചത്തിൽ ഞാൻ വയ്ക്കുന്നു. എൻ്റെ മക്കളുടെ ഭാവി അങ്ങയുടെ കരുണയിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ജോലിയും വിസയും അങ്ങയുടെ ജ്ഞാനത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ കടവും വായ്പയും അങ്ങയുടെ വഴികാട്ടലിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ആരോഗ്യഭയവും ചികിത്സാ ചിന്തകളും അങ്ങയുടെ സമാധാനത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ കുടുംബത്തിലെ അഭിപ്രായഭേദം അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ വെക്കുന്നു. എനിക്ക് കാണുന്നത് കുറവാണ്. അങ്ങയ്ക്ക് കാണുന്നത് മുഴുവൻ വഴിയാണ്. എൻ്റെ 2 കണ്ണുകൾക്കു പുറമെ അങ്ങയുടെ കണ്ണുകൾ എനിക്ക് വേണം. കർത്താവെ, ശരിയായ വഴി കാണിക്കണമേ. ചിലപ്പോൾ ജീവിതത്തിലെ വഴി ഒരു വളവിൽ മറഞ്ഞുപോകും. മുന്നിൽ ബോർഡുകൾ പലതായിരിക്കും. ഒരാൾ ഇടത്തോട്ട് പറയാം, ഒരാൾ വലത്തോട്ട് പറയാം. ഒരാൾ വേഗം പോകാൻ പറയും, ഒരാൾ നിൽക്കാൻ പറയും. അപ്പോഴാണ് പ്രാർത്ഥനയുടെ കണ്ണുകൾ ആവശ്യമാകുന്നത്. ചില തീരുമാനങ്ങൾ ഉടനെ എടുക്കാം. ചില തീരുമാനങ്ങൾ പരിശോധിക്കണം. ചില വാതിലുകൾ തുറന്നാലും പ്രവേശിക്കരുത്.
ചില വാതിലുകൾ വൈകിയാലും ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മെ ചുരുങ്ങിയ വഴിയിലല്ല മാത്രം നയിക്കുന്നത്, സുരക്ഷിതമായ വഴിയിലേക്കും നയിക്കുന്നു. സമാധാനം നഷ്ടപ്പെടുത്തി കിട്ടുന്ന അവസരം എല്ലായ്പ്പോഴും അനുഗ്രഹമാകണമെന്നില്ല. കുടുംബം തകർത്ത് കിട്ടുന്ന നേട്ടം യേശുവിൻ്റെ വഴിയാകണമെന്നില്ല. പ്രാർത്ഥനയിലും സത്യസന്ധതയിലും സമാധാനത്തിലും പരിശോധിക്കുക. യേശുവിൻ്റെ കണ്ണുകളാൽ വഴി നോക്കുക. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കുക. നിങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥമാക്കുന്ന ഒരു തീരുമാനം മനസ്സിൽ കൊണ്ടുവരൂ. വിസ കാര്യമാകാം, ജോലി ഓഫറാകാം, കുട്ടിയുടെ പഠന തീരുമാനമാകാം, വിവാഹാലോചനയാകാം, വായ്പയാകാം, ചികിത്സയാകാം, കുടുംബസമാധാനത്തെക്കുറിച്ചുള്ള അടുത്ത ചുവടാകാം. ആ തീരുമാനം യേശുവിൻ്റെ മുമ്പിൽ വെക്കൂ. പതുക്കെ പറയൂ, യേശുവേ, എൻ്റെ കുടുംബത്തിന് ജ്ഞാനം തരണമേ. ഈ വഴി നല്ലതാണെങ്കിൽ ഞങ്ങളെ നയിക്കണമേ. ഈ വഴി ഞങ്ങളെ വേദനിപ്പിക്കുമെങ്കിൽ ഞങ്ങളെ കാക്കണമേ. ഇന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തെ അലട്ടുന്ന ഒരു തീരുമാനം തിരഞ്ഞെടുത്ത് യേശുവിൻ്റെ മുമ്പിൽ വെക്കുക. അടുത്ത ചുവടെടുക്കുന്നതിന് മുമ്പ് പതുക്കെ പറയുക, യേശുവേ, എൻ്റെ കുടുംബത്തിന് ജ്ഞാനം തരണമേ. ഈ വഴി നല്ലതാണെങ്കിൽ ഞങ്ങളെ നയിക്കണമേ. ഈ വഴി ഞങ്ങളെ വേദനിപ്പിക്കുമെങ്കിൽ ഞങ്ങളെ കാക്കണമേ. വേഗം മറുപടി കൊടുക്കേണ്ട സമ്മർദ്ദത്തിലാണെങ്കിൽ പോലും ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് ഇടം കൊടുക്കുക. പ്രാർത്ഥന സമയം കളയലല്ല. പ്രാർത്ഥന ഭയത്തെ ശാന്തമാക്കി ജ്ഞാനത്തിന് വാതിൽ തുറക്കുന്നു. കർത്താവ് കുറ്റം പറയാതെ ജ്ഞാനം നൽകുന്ന പിതാവാണ്. ഈ കുടുംബത്തിന് യേശു ജ്ഞാനം നൽകും. കമൻറ്റിൽ യേശുവേ, എൻ്റെ കുടുംബത്തിന് ജ്ഞാനം തരണമേ എന്നെഴുതുക. ഒരു തീരുമാനത്തെക്കുറിച്ച് കുഴങ്ങുന്ന ഒരു കുടുംബത്തിന് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. അവർക്കൊരു സാധാരണ സന്ദേശമാകില്ല, തെറ്റായ തിടുക്കത്തിൽ നിന്ന് കാക്കുന്ന ദൈവിക ഓർമ്മപ്പെടുത്തലാകാം. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുഴഞ്ഞുപോയ മനസ്സുകൾക്ക് സമാധാനം തരണമേ. അവരുടെ തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം വരട്ടെ. അവരുടെ വിസയും ജോലിയും പഠനവും വിവാഹവും ചികിത്സയും കടബാധ്യതയും അങ്ങയുടെ ജ്ഞാനത്തിൽ നയിക്കപ്പെടട്ടെ. അവരുടെ വീട്ടിലെ അഭിപ്രായഭേദം സ്നേഹമുള്ള സംഭാഷണമായി മാറട്ടെ. അവരുടെ മക്കളുടെ ഭാവി ഭയത്തിലല്ല, ദൈവവിശ്വാസത്തിൽ നടക്കട്ടെ. അവരുടെ രേഖകളും ഫയലുകളും ഫോൺ വിളികളും അങ്ങയുടെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ വരട്ടെ. അവരുടെ വീട്ടിൽ തിടുക്കത്തിന് പകരം ശാന്തത വരട്ടെ. പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ അപകടകരമായ വഴികളിൽ നിന്ന് കാക്കട്ടെ. പരിശുദ്ധാത്മാവ് ശരിയായ അടുത്ത ചുവട് കാണിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ കുടുംബ തീരുമാനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.